നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 7-8 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചിലത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസർമാരുടെ റിക്രൂട്ട്മെന്റ്, അതല്ലെങ്കിൽ ചില ഫ്രീലാൻസ് ആയിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ. പ്രമുഖ കമ്പനികൾ, ഉദാഹരണത്തിന് HCL, സൺടെക്, റെഡ് ഹാറ്റ് അല്ലെങ്കിൽ ടെക്നോ പാർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചില റിക്രൂട്ട്മെന്റുകൾ. എന്തിന്? എഞ്ചിനീയേഴ്സിനുള്ള ഒട്ടനവധി അവസരങ്ങൾ. 2027 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുള്ളവരെയുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെയാണ് വിദേശത്തേക്കുള്ള 2 മാസ് ബൾക്ക് ഹയറിങ്ങിന്റെ ഡീറ്റെയിൽസും സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ എല്ലാ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ, അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടനവധി റീലുകൾ, തൊഴിൽ അവസരങ്ങൾ മെൻഷൻ ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സന്ദർശിക്കാൻ മറക്കല്ല്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ HCL ടെക്നോളജിയിലെ അവസരങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട് ആരംഭിക്കാം. HCL നാം അറിയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ ടോപ്പ് 5 IT കമ്പനികളിൽ ഒന്നാണ്. നമ്മുടെ തിരുവനന്തപുരത്തും ഒക്കെ പ്രവർത്തനമുള്ള വലിയൊരു കമ്പനി. അപ്പോൾ ഇവരൊരു ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് GET ഈ ഒരു തസ്തികയിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ആരെയായിരിക്കും ഹയർ ചെയ്യുക? BTechകാരെയാണ്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ്, IT, ട്രിപ്പിളി, അതായത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുകാർ, ECEക്കാര് അല്ലെങ്കിൽ EIE ഇൻസ്ട്രുമെന്റേഷൻകാരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് 2026 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കുള്ള ഒരു അവസരമാണ്. 70% മാർക്സ് 10th ഓൺവേർഡ്സ്, 10th-ലും 12th-ലും ഡിഗ്രിക്കും ഒക്കെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഓൾ ഇന്ത്യ ബേസിൽ റീലൊക്കേറ്റ് ചെയ്യണം. തിരുവനന്തപുരത്ത് തന്നെ വേണമെന്ന് പറയില്ല, എല്ലായിടത്തേക്കും റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഇന്റർവ്യൂ ലൊക്കേഷന് ബാംഗ്ലൂർ, ചെന്നൈ എന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് HCL എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എല്ലാ വേക്കൻസികളും jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ അവസരം ടെക്നോ പാർക്കിലാണ്. ടെക്നോ പാർക്കിലേക്കുള്ള നേരിട്ടുള്ളൊരു ഹയറിങ്. ഇത് ആക്ച്വലി ഒരു അപ്രന്റിസ് അവസരമാണ്. ഗ്രാജുവേറ്റ് അപ്രന്റിസ് എന്നുള്ള തസ്തികയിലേക്കുള്ള ഹയറിംഗ് ആണ്. മെക്കാനിക്കൽ BTech മെക്കാനിക്കലുകാർക്കുള്ള അവസരമാണ്. നോക്കുക, 15,000 ആയിരിക്കും ഞങ്ങളുടെ മന്ത്ലി സ്റ്റൈഫൻഡ്. ഒരു 1 ഇയർ അപ്രന്റിസ്ഷിപ്പ് പ്രോഗ്രാം ആയിരിക്കും. 2022 മുതൽ 22, 23, 24, 25, 26 ഒക്കെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, നിങ്ങൾ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ മറ്റു ജോലിയൊന്നും ആയില്ലെങ്കിൽ ഈ ഒരു അവസരത്തിന് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിന് നിങ്ങൾക്ക് ജൂലൈ 31 വരെ 5 മണി വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇനി നമുക്ക് വിദേശത്തേക്കുള്ള 2 ഹയറിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ്, ഇത് മലയാളി മാനേജ്മെന്റ് നയിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഇവർക്ക് വിദേശത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ മാർക്ക് ആൻഡ് സേവ് എന്നുള്ള ഹൈപ്പർ മാർക്കറ്റ് ചെയിനുകൾ. അവരുടെ കീഴിൽ തന്നെയൊക്കെയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ്. നെസ്റ്റോ നമ്മുടെ കേരളത്തിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പരിചിതമായിരിക്കും. അപ്പോൾ ഈ നെസ്റ്റോയിലേക്കും മാർക്ക് ആൻഡ് സേവിലേക്കും ഒക്കെ 2 ബൾക്ക് ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വലത്തുവശത്ത് കാണുന്നതാണ് ഈ മാർക്ക് ആൻഡ് സേവിലേക്കുള്ള ഹയറിങ്. ഗ്രാജുവേറ്റ് ട്രെയിനി തസ്തികയിലാണ് ഹയറിങ് നടക്കുന്നത്. മാസ് ഹയറിങ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ആരെയായിരിക്കും ഇത് ഹയർ ചെയ്യുക? ഡിഗ്രിക്കാരെയായിരിക്കും. പ്രത്യേകിച്ച് ഇവർ സൂചിപ്പിക്കുന്നുണ്ട് MBA, BBA, BCom, MComകാരെയാണ് പ്രിഫറൻസ് നൽകുക. റീറ്റെയിൽ മാനേജ്മെന്റ് ഗ്രാജുവേറ്റ്സിനും ഒക്കെ പ്രിഫറൻസ് നൽകും. എന്നാൽ എല്ലാ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം. ഫ്രഷ് ഗ്രാജുവേറ്റ്സിനും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് സ്കിൽസ് ഒക്കെ വേണം എന്ന് സൂചിപ്പിക്കുന്നു. റീറ്റെയിൽ ഓപ്പറേഷൻസ്, ബൈയിങ് ആൻഡ് മെർച്ചൻഡൈസിങ്, അതേപോലെ തന്നെ ഫിനാൻസ്, ഓഡിറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റീറ്റെയിൽ പ്ലാനിങ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുവാനായിട്ട് അവസരങ്ങളുണ്ട്. അപ്പം വോക്ക്-ഇൻ ഇന്റർവ്യൂ ആണ്. ഇതാ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. ഓഗസ്റ്റ് 4, 5 തീയതികളിലാണ് വോക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. കോഴിക്കോട്, വടകര ലൊക്കേഷനുകളിൽ വോക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഇനി നെസ്റ്റോയിലേക്ക് വന്നാൽ ഇതാ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നെസ്റ്റോയിൽ ലഭ്യമായിരിക്കുന്ന 350ഓളം ഒഴിവുകൾ നെസ്റ്റോയിൽ ലഭ്യമാണ്. ഇത് കുവൈറ്റിലേക്കുള്ള ഹയറിംഗ് ആണ്. ഇത് എക്സ്പീരിയൻസുകാർക്കുള്ള ഹയറിംഗ് ആണ്. മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ബയർ, സൂപ്പർവൈസർ,
സ്റ്റോർ അക്കൗണ്ടന്റ്, കാഷ്യർ, സെയിൽസ്മാന്, സെക്യൂരിറ്റി ഗാർഡ്, ബുച്ചർ, ഫിഷ് കട്ടർ ഈ തസ്തികകളിലാണ് ഹയറിങ് നടക്കുന്നത്. ഇതിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 23 ജൂലൈ മുതൽ നടക്കുന്നുണ്ട്. 23 ജൂലൈ മുതൽ ഓഗസ്റ്റ് 3 വരെ നടക്കുന്നുണ്ട്. അത് തിരൂര്, തൃശ്ശൂര്, കൊച്ചി, അതേപോലെ പെരിന്തൽമണ്ണ, കൽപ്പറ്റ, കോഴിക്കോട്, വടകര ഇങ്ങനെയൊക്കെയുള്ള ലൊക്കേഷനുകളിലാണ് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ്. നിങ്ങളെ റെസ്യൂമെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതേപോലെ പാസ്പോർട്ടിന്റെ കോപ്പി, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പി, എക്സ്പീരിയൻസ് അതിൻ്റെ ഒക്കെ കോപ്പി ആയിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ. അപ്പോൾ നോക്കുക, മാർക്ക് ആൻഡ് സേവില് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഡിഗ്രിക്കാർക്കുള്ളത്. എൻ്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ ഡേറ്റ്സ് ഞാൻ സൂചിപ്പിച്ചു. മറ്റൊരു അവസരം നെസ്റ്റോയിൽ ഏതാണ്ട് 350ഓളം ഒഴിവുകളാണ്. ഇനി നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്കൊരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ സൂചിപ്പിക്കുന്നത് ക്വാളിഫിക്കേഷൻ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കായിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഓൾ ഇന്ത്യ ബേസിസിൽ അവസരങ്ങളുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ പീരീഡ് ജൂലൈ 29 വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പം മാക്സിമം 30 ഏജ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജൂൺ 30 പ്രകാരമായിരിക്കും. അത് പ്രകാരം 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC STക്കാർക്ക് 5 വയസ്സ് വരെയുള്ള റിലാക്സേഷൻ ലഭ്യമാണ്. അപ്പം പ്രൊബേഷണറി ഓഫീസർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് CAക്കാർക്കുള്ള അവസരമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇനി അടുത്ത അവസരം സൺടെക്കിലാണ്. സൺടെക് നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിച്ച ഒരു പ്രമുഖമായിട്ടുള്ള IT കമ്പനിയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഇവരുടെ മെയിൻ ഓപ്പറേഷൻസ് ഒക്കെ. അപ്പൊ ഇവര് ഒരു ഇന്റേൺഷിപ്പ് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2027 പാസ് ഔട്ട് ആകാൻ പോകുന്ന BTechകാര്, ME MTechകാർക്കുള്ള അവസരമാണ്. അങ്ങനെ 2027 പാസ് ഔട്ട് ആകുന്നവർക്ക് വേറെയും അവസരമുണ്ട്. അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പൊ സൺടെക്കിലെ ഈ ഒരു അവസരം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതൊരു 1 ഇയർ അപ്രന്റീസ് അവസരമാണ്, ഇന്റേൺഷിപ്പ് അവസരമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സൺടെക്കിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, പ്രോഗ്രാം ഹൈലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് കഴിയും. BTech, ME MTechകാര്, അത് കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെ AIML അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ച് കഴിഞ്ഞവർക്കൊക്കെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. സ്റ്റൈഫൻഡ് ഏകദേശം 15,000 പെർ മന്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ BTech പഠിക്കുമ്പോൾ തന്നെ വരുമാനം നേടുന്നതിനൊക്കെയുള്ള ഒരു അവസരമാണ്. അപ്പോൾ ആരെയായിരിക്കും ഇവരെ ഹയർ ചെയ്യുക, ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. നല്ല കോഡിംഗ് സ്കില്ലൊക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിലൊക്കെ താല്പര്യമുള്ള കോഡിംഗ് സ്കില്ലുള്ള 27 പാസ് ഔട്ട് ആകാൻ പോകുന്ന BTech, ME MTechകാർക്കാണെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. അപ്പം jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് സൺടെക് എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി ഒരു ഫ്രീലാൻസ് ആയിട്ടുള്ള ഒരു അവസരം ഞാൻ സൂചിപ്പിക്കാം. എൻട്രിയാണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. ഇവര് ഫ്രീലാൻസ് എഡ്യൂക്കേറ്റേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ടെക്നിക്കൽ കോഴ്സിന്റെ ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഇതും എഞ്ചിനീയേഴ്സിനുള്ള അവസരമാണ്. സിവില്, ഇലക്ട്രിക്കല്, കമ്പ്യൂട്ടർ സയൻസ്, BTech ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു അവസരം, MTech കഴിഞ്ഞവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കി നിങ്ങൾ ടീച്ചിങ്ങിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനി, ഇത് IBM അക്വയർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്കറിയാം റെഡ് ഹാറ്റിന്റെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ. അപ്പൊ ഇവര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്റേൺ എന്ന അവസ്ഥയിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. ഇതും 2027 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുള്ള അവസരമാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച സൺടെക്കും 27 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുള്ള അവസരമാണ്. ബാംഗ്ലൂർ, പൂനെ ലൊക്കേഷനിലേക്കാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. ഇത് ഒരുപക്ഷെ പാസ് ഔട്ട് ആയതിനു ശേഷം ജോയിൻ ചെയ്യേണ്ട അവസരമായിരിക്കും. ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ സൺടെക്കിലെ നിങ്ങൾ ഫൈനൽ ഇയറിൽ തന്നെ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുവാനായിട്ടുള്ള അവസരമാണ്. ആരെയായിരിക്കും ഹയർ ചെയ്യുക? കറന്റ്ലി പർസ്യൂയിങ് ദ ഫൈനൽ ഇയർ ഓഫ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇക്വലന്റ്. അപ്പം BTech വേണം മാത്രമല്ല, ഏത് ബാച്ചിലേഴ്സ് ഡിഗ്രി, അത് കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA അല്ലെ BSc IT അല്ലെ MCA ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരമാണ്.
അപ്പം റെഡ് ഹാറ്റിൽ ലഭ്യമായിരിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇന്റേൺ അവസരം കൂടുതൽ വിവരങ്ങൾ jobspreach.com എന്ന സൈറ്റിൽ നൽകുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓരോ കമ്പനിയുടെയും ഡീറ്റെയിൽസ് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഉണ്ടെങ്കിൽ കമ്പനിയെ കോൺടാക്ട് ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്യുക. എന്നിട്ട് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്, ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.